ഗോപിയെ, എങ്ങനെയുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ പരിപാടി? നീ ഞെട്ടരുത്. ഇല്ല. കഥയെ ആരംഭിക്കുന്നത് തന്നെ ആൽപ്പറമ്പിൽ ഗോപി എന്നു പേരുള്ള കേരളത്തിലെ മുല്ലക്കര എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ ജീവിക്കുന്ന ഒരു യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ആൽപ്പറമ്പിൽ ഗോപി ഒരു തീവ്ര വലതുപക്ഷ രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയക്കാരനെന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്നു എന്നതിനപ്പുറം സ്വന്തമായി ചിന്തിക്കുകയോ നിലപാടെടുക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു സാധാരണ വ്യക്തി. ഗോപിയുടെ അമ്മ സുമ തയ്യൽ ജോലി ചെയ്തും സ്കൂളിൽ കന്നിവെച്ചുമൊക്കെ കിട്ടുന്ന സമ്പാദ്യം കൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. മുതിർന്നിട്ടും ഗോപി ജോലിക്കൊന്നും പോവലില്ല. മുഴുവൻ സമയം ക്രിക്കറ്റ് കളിയും രാഷ്ട്രീയ പ്രവർത്തനം എന്നുമൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. മൊത്തത്തിലൊരു ഉഴപ്പൻ ജീവിതമായിരുന്നു ഗോപിയുടേത്. ഗോപിക്ക് അതിന് കൂട്ടായി ഗോപിയുടെ ഉറ്റ സുഹൃത്തുമുണ്ട്. ഗോപിയുടെ തന്നെ അതേ രാഷ്ട്രീയമുള്ള, ഗോപിയെ പോലെ തന്നെ ഉഴപ്പി നടക്കുന്ന മൽഘോഷ്. മൽഘോഷിനാണെങ്കിൽ നാട്ടിലും വീട്ടിലും തെല്ലും വിലയില്ല. വീട്ടിലെ യമഹ ബൈക്കിൽ മൽഘോഷിനൊരു നോട്ടം പോലുമുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഓടിക്കാനായിട്ട് പോലും മൽഘോഷിനത് കിട്ടാറില്ല. ആകെയുള്ളത് ഒരു സൈക്കിളാണ്. ആ സൈക്കിളിലാണ് മൽഘോഷിന്റെ യാത്ര. എന്നെങ്കിലും വീട്ടിലെ ബൈക്ക് സ്വന്തമാക്കണം എന്ന് മൽഘോഷിന് അത്രയ്ക്കൊരു ആഗ്രഹവുമുണ്ട്. ഗോപിക്കൊരു സഹോദരിയുണ്ട്. ഗോപിയുടെ സഹോദരി അങ്ങാടിയിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്ന ആഷിക് എന്ന പയ്യനുമായി പ്രണയത്തിലാണ്. വീട്ടിലൊന്നും അറിയാതെ വളരെ കഷ്ടപ്പെട്ട് ഇരുവരും പ്രണയം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഗോപിയുടെ കൊച്ചച്ഛൻ വിദേശത്താണ്. ജോലിക്കായി ഗോപിയുടെ അമ്മ കൊച്ചച്ഛനോട് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. കൊച്ചച്ഛനും ഗോപിയോട് അവന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കാൻ പറഞ്ഞെങ്കിലും ഇന്നേ വരെ ഗോപി അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കൊച്ചച്ഛനും ഗോപിയോട് അത്യാവശ്യം ദേഷ്യമുണ്ട്. ഇതൊന്നും പോരാതെ ഗോപിക്ക് ഒരു പ്രണയവുമുണ്ട്. ഗ്രാമത്തിൽ തന്നെ PSC കോച്ചിങ്ങിന് പോകുന്ന ഒരു പെൺകുട്ടി കൃഷ്ണ. ഗോപിയേക്കാൾ ഒരുപാട് ഇളയതാണെങ്കിലും കൃഷ്ണയോടാണ് ഗോപിയുടെ പ്രണയ താല്പര്യമുള്ളത്. ഇലക്ഷൻ അനൗൺസ്മെന്റിനും മറ്റും പോകുമ്പോൾ ഒട്ടും മടിക്കാതെ കൃഷ്ണയോട് ഫ്ലേട്ട് ചെയ്യുവാൻ മൈക്കിലൂടെ തന്നെ ഗോപി ശ്രമിക്കാറുമുണ്ട്. കൃഷ്ണയ്ക്കാണെങ്കിൽ ഗോപിയെ കണ്ണെടുത്താ കണ്ടുകൂടാ. എല്ലാവരുടെയും മുമ്പിൽ പരിഹാസ്യനായ, ജോലിക്കൊന്നും പോവാതെ വെറുതെ പ്രശ്നങ്ങൾ മാത്രം സൃഷ്ടിച്ചു നടക്കുന്ന ഗോപിയെ ആർക്കാണ് ഇഷ്ടപ്പെടുക? എന്നാലും ഗോപി കൃഷ്ണയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. നിയമസഭാ ഇലക്ഷൻ വരാനിരിക്കുന്ന കാലം. പാർട്ടികൾ അതിന്റെ പിന്നിൽ വലിയ പ്രവർത്തനത്തിലായിരുന്നു. ആ കൂട്ടത്തിലായിരുന്നു RJSP എന്ന വർഗീയ ഹിന്ദുത്വ പാർട്ടിയും IDRP എന്ന മുസ്ലിം വർഗീയ പാർട്ടിയും. വോട്ട് പ്രീണനത്തിനായി ഭയം ആളുകളുടെ ഉള്ളിലേക്ക് കുത്തിനിറച്ച് വോട്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. RJSPയുടെ സജീവ പ്രവർത്തകനായി ഗോപി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരു സംഭവമുണ്ടായി. ഗോപിയും കൂട്ടുകാരും IDRP ഓഫീസിനോട് ചേർന്നുള്ള ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. ബാറ്റ് ചെയ്യുകയായിരുന്ന ഗോപി ബോൾ അടിച്ചുയർത്തിയപ്പോൾ അത് പോയി കൊണ്ടത് മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്ന IDRP സംഘടനയുടെ കെട്ടിടത്തിലായിരുന്നു. തീവ്ര ചിന്താഗതിയുള്ള IDRPയുടെ ഒരു പ്രവർത്തകൻ പുറത്തേക്കിറങ്ങി വന്ന് അങ്ങോട്ടേക്ക് ഇനി അടിച്ചു പോവരുത് എന്ന് വാൺ ചെയ്ത് തിരികെ പോയി. IDRPയുടെ പ്രവർത്തകനാണല്ലോ വാൺ ചെയ്തത്. RJSP പ്രവർത്തകനായ ഗോപി ചുമ്മാതിരിക്കുമോ? ഗോപിയുടെ ഉള്ളിൽ ആ വലിയ വെറിയുണരുകയാണ്. അടുത്ത ബോൾ എറിഞ്ഞതും ഗോപി വീണ്ടും ഉയർത്തിയടിച്ചു. ബോൾ പോയി IDRP കെട്ടിടത്തിന്റെ ജനൽ ചില്ല് തന്നെ തകർക്കുകയാണ്. അതോടെ IDRP പ്രവർത്തകർ പുറത്തേക്ക് സംഘടിച്ചെത്തി. ഒരു തല്ലിനുള്ള നീക്കത്തിലായിരുന്നു അവരുടെ വരവ്. ഗോപിയും ചുമ്മാതിരിക്കില്ലല്ലോ. തല്ലാനിറങ്ങി മുന്നിട്ട് വന്നു. RJSP പ്രവർത്തകരും അത് കാണുന്നുണ്ട്. പിന്നെ അവിടെ നടന്നത് ഒരു കൂട്ടത്തല്ലായിരുന്നു. എന്തിനേറെ പറയുന്നു, അതിന്റെ പേരിൽ ഗോപിയും കൂട്ടുകാരും സ്റ്റേഷനിലും എത്തി. മറുവശത്ത് ഗോപിയുടെ അമ്മ സുമയാകട്ടെ തന്റെ അയൽക്കാരിയും പ്രിയപ്പെട്ട സ്നേഹിതയുമായ ഐഷമ്മയ്ക്കടുത്ത് സംസാരിക്കുകയാണ്. ഗോപിക്കൊരു ഉത്തരവാദിത്വമില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വെട്ടാൻ പോകുന്ന കാലോ. ഞങ്ങള് രണ്ട് പെണ്ണുങ്ങൾ ചേർന്ന വീട്ടിലെ കാര്യം നോക്കുന്നേ എന്നവനൊരു ചിന്ത പോലുമില്ല. സുമ ഐഷുമ്മയോട് ഗോപിയെ പറ്റി പരിഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഐഷുമ്മ സുമയെ സമാധാനിപ്പിച്ചു. ഐഷുമ്മയ്ക്ക് കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണിലെപ്പോഴും മരുന്നൊഴിച്ചു കൊടുക്കുന്നതും ഐഷുമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതുമൊക്കെ സുമയായിരുന്നു. ഐഷുമ്മയ്ക്ക് ഷമീർ എന്നു പേരുള്ള ഒരു മകനേയുള്ളൂ. അവൻ പുറത്താണ് ജോലി നോക്കുന്നത്. ഗോപിയും മൽഘോഷും സ്റ്റേഷനിലായിരിക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു. ചരിത്രത്തിൽ ആദ്യമായി RJSP കേരളത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കും എന്നായിരുന്നു എക്സിറ്റ് പോൾ. അതോടെ ഗോപിയും മൽഘോഷും വളരെയധികം ആവേശഭരിതരാകുന്നുണ്ട്. വൈകാതെ ഇലക്ഷൻ പ്രചരണങ്ങൾ ചൂടുപിടിച്ചു. ഏറെക്കുറെ ഇതേ സമയത്തായിരുന്നു ക്രിക്കറ്റ് മാച്ചുകളും നടന്നുകൊണ്ടിരുന്നത്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സെമി ഫൈനൽ മാച്ചിൽ ഇന്ത്യ വിജയിച്ച് ഫൈനലിലേക്ക് എത്തിച്ചേർന്നു. ഏവരും വലിയ ആവേശത്തിലാണ്. അധികം വൈകാതെ ഇലക്ഷൻ റിസൾട്ടും പ്രഖ്യാപിക്കപ്പെടുകയാണ്. എക്സിറ്റ്
എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിൽ LDP മൃഗീയ ഭൂരിപക്ഷം നേടി വിജയിച്ചു. ICPക്ക് വരെ 56 സീറ്റ് കിട്ടി. പക്ഷേ RJSP പതിവ് പോലെ 0 പൊട്ടുകയാണ്. ഗോപിക്കും മൽഘോഷിനും അത് വലിയൊരു തിരിച്ചടിയായിരുന്നു. എന്തായാലും നാളുകൾ അതങ്ങനെ കടന്നുപോന്നു. പിന്നീടാണ് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ഫൈനൽ മാച്ച് വരുന്നത്. പ്രതീക്ഷയോടെ ഗോപിയും സംഘവും ഇന്ത്യക്കാർ ഒന്നടങ്കവും മാച്ച് കാണാനിരുന്നു. പക്ഷേ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെട്ടു. പാകിസ്ഥാൻ വിജയിച്ചു. മുഴുവൻ ഇന്ത്യക്കാരും നിരാശയിൽ ആണ്ടുപോയ സമയം തീവ്ര നാഷണലിസ്റ്റ് പാർട്ടിയുടെ വക്താവായ ഗോപിക്ക് പാകിസ്ഥാൻ വിജയിച്ചത് തീരെ സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പോഴാണ് അങ്ങാടിയിൽ മറ്റൊരു പ്രശ്നം ഉരുത്തിരിയുന്നത്. കുറച്ചു കുട്ടികൾ പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചുമൊക്കെ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. കളി കണ്ട് പരാജയത്തിന്റെ ദുഃഖത്തിൽ ഇറങ്ങി വന്ന RJSP പ്രവർത്തകർ അത് കണ്ടു. പാകിസ്ഥാൻ വിജയിച്ചതുകൊണ്ട് മുസ്ലിം വേഷത്തിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളായ ആ കുട്ടികൾ ആഘോഷിക്കുകയാണ് എന്ന തരത്തിൽ അവർ തെറ്റിദ്ധരിച്ചു. സമദ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ മക്കളായിരുന്നു അത്. അതുകൊണ്ട് തന്നെ തീവ്ര ഹിന്ദുത്വവാദികളായി അവർ പാകിസ്ഥാന്റെ വിജയം ആഘോഷിക്കുന്നോടാ എന്ന് ചോദിച്ച് അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുകയും അവിടെ വളരെ വലിയൊരു പ്രശ്നം തീർക്കുകയുമാണ്. സമദിനെ സപ്പോർട്ട് ചെയ്യാനും പിന്തുണയ്ക്കാനും IDRP പ്രവർത്തകർ കൂടി എത്തുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാവാൻ തുടങ്ങി. ഇതേ സമയം ഇതൊന്നും അറിയാതെ ഗോപിയാകട്ടെ തന്റെ വീട്ടിലിരുന്ന് കഞ്ഞി കുടിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് പതിവില്ലാതെ ബൈക്കുമെടുത്ത് അങ്ങോട്ടേക്ക് പാനെത്തിയ മൽഘോഷ് ഗോപിയെ വിളിച്ചിറക്കുകയാണ്. ആകെ പ്രശ്നമായി. തന്റെ കൂടെ വരാൻ പറഞ്ഞ് മൽഘോഷ് ഗോപിയെ കൂട്ടിക്കൊണ്ടുപോന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്നോ എന്താണ് നടക്കാൻ പോകുന്നതെന്നോ ഒന്നും ഗോപിക്ക് അറിയാൻ പാടുണ്ടായിരുന്നില്ല. മൽഘോഷ് ഗോപിയുമായി പോയത് നേരെ അങ്ങാടിയിലേക്കായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ IDRP ഓഫീസിന് മുമ്പിൽ പടക്കം പൊട്ടിച്ച് കുട്ടികൾ ആഘോഷിച്ച ഇടത്തേക്ക്. പ്രശ്നം ഒന്നുതുങ്ങി ഏവരും പിരിഞ്ഞുപോയ സമയത്താണ് മൽഘോഷും ഗോപിയും അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. കുറച്ച് IDRP പ്രവർത്തകർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാൻ വിജയിച്ചതിന് അവര് പൂത്തിരി കത്തിച്ചു എന്നു പറഞ്ഞ് രോഷത്തിൽ തനിക്ക് കിട്ടിയ വിവരപ്രകാരം മൽഘോഷ് ഒരു മോക്ടെയിൽ എടുത്തു. അത് കത്തിച്ച് അവർക്ക് നേരെ എറിയുകയാണ്. അവിടെ ഒരു സ്ഫോടനം നടന്നു. 2 IDRP പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഉടനടി ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു പോവാൻ നോക്കിയെങ്കിലും ബൈക്ക് സ്റ്റാർട്ടാവുന്നുണ്ടായിരുന്നില്ല. അതോടെ ബൈക്ക് അവിടെയിട്ട് ഗോപിയും മൽഘോഷും 2 വഴിക്ക് ഓടുകയാണ്. മൽഘോഷ് ഇതൊക്കെ പ്രവർത്തിക്കുമ്പോ കൂടെ വന്ന ഗോപിക്ക് എന്താണ് നടക്കുന്നതെന്നോ മൽഘോഷി പ്രവർത്തിക്കുന്നത് എന്താണെന്നോ പെട്ടെന്നൊരു പിടുത്തം കിട്ടിയിരുന്നില്ല. ഒരു നിമിഷം വേണ്ടിവന്നു നടന്ന പ്രശ്നങ്ങൾ ഗോപിക്ക് തിരിച്ചറിയാൻ. മൽഘോഷും ഗോപിയും ജീവനും കൊണ്ട് അവിടെ നിന്നോടി. ഇരുവരും അതോടെ എവിടെയോ പോയി ഒളിച്ചു താമസിക്കുകയാണ്. പക്ഷേ സംഭവം കത്തിപ്പടരാൻ ആരംഭിച്ചിരുന്നു. നാഷണൽ ലെവലിൽ തന്നെ വിഷയം ചർച്ചയ്ക്കെടുക്കപ്പെട്ടു. കേന്ദ്രമന്ത്രിമാർ പോലും ഇന്ത്യ തീവ്രവാദത്തിന്റെ ആസ്ഥാനമാണ് എന്ന തരത്തിൽ കുറ്റപ്പെടുത്തി. എന്തിനേറെ പറയുന്നു, ചാനൽ ചർച്ചയിലും മറ്റുമായി പ്രശ്നമങ്ങ് കൊഴുത്തു. യഥാർത്ഥ സംഭവങ്ങളോ എന്തിനാണ് കുട്ടികൾ പടക്കം കത്തിച്ചത് എന്നുപോലും അറിയാതെ നാട്ടിലൊരു കലാപം പുറപ്പെടുകയാണ്. തീവ്ര വർഗീയ കക്ഷികളായ RJSPയും IDRPയും അത് മുതലെടുക്കാൻ കൂട്ടത്തിൽ നിന്ന് ശ്രമിക്കുകയും ചെയ്തു. IDRP രാഷ്ട്രീയ വിശദീകരണ യോഗം ചേരുകയും തീവ്ര വർഗീയത പറഞ്ഞ് ആളുകളെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അവരെ എതിർക്കാനും ചോദ്യം ചെയ്യുവാനും അവിടുത്തെ പള്ളിയിൽ ബാങ്കൊക്കെ കൊടുക്കുന്ന സാധാരണക്കാരനായ ഹംസക്ക എന്ന വ്യക്തി ഉണ്ടായിരുന്നു. ഹംസക്കയുടെ ചോദ്യം ചെയ്യലിൽ തീവ്ര വർഗീയത സംസാരിക്കുന്ന IDRP നേതാക്കളുടെ പോലും അടിപതറി. പക്ഷേ എന്നിരുന്നാലും കലാപം തുടർന്നു പോന്നുകൊണ്ടിരുന്നു. ഒടുവിൽ അതിനൊരു അയവ് വരുത്തുവാൻ ഗവൺമെന്റ് 144 പ്രഖ്യാപിച്ചു. പിന്നാലെ സംഭവങ്ങളെപ്പറ്റി അന്വേഷണവും തുടങ്ങി. മറുവശത്ത് പോലീസിനും അന്വേഷണത്തിന്റെ ഭാഗമായി വ്യക്തമായ ചില വിവരങ്ങൾ കിട്ടിയിരുന്നു. പിന്നാലെ സമാധാന ചർച്ചയ്ക്ക് വേണ്ടി പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തീവ്ര ഹിന്ദുത്വ വിഭാഗത്തെയും തീവ്ര മുസ്ലിം വിഭാഗത്തെയും വിളിച്ചു ചേർക്കുകയാണ്. മധ്യസ്ഥതയ്ക്കായി സജിൻ എന്ന IAS ഓഫീസറും എത്തി. സമാധാന ചർച്ചയും ആദ്യഘട്ടത്തിൽ നേതാക്കൾ ഇടപെട്ട് പ്രശ്നമാക്കാൻ നോക്കിയെങ്കിലും സജിൻ അവരെ പിടിച്ചുമാറ്റിക്കൊണ്ടുപോയി ഓരോന്ന് പൊട്ടിച്ച് കാര്യങ്ങൾ പറഞ്ഞതോടെ കാര്യങ്ങൾ ഏറെക്കുറെ കോംപ്രമൈസിലെത്തുന്നുണ്ട്. ശരിക്കും നടന്നതെന്തെന്നാൽ ആ കുട്ടികൾ പാകിസ്ഥാന്റെ വിജയം ആഘോഷിക്കുകയായിരുന്നില്ല. ജയകൃഷ്ണൻ എന്ന വ്യക്തി തന്റെ മകന് ദീപാവലി ആഘോഷങ്ങൾക്കായി കുറച്ച് പടക്കങ്ങൾ വാങ്ങിക്കൊടുത്തിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് ഉച്ച കഴിഞ്ഞ് ജയകൃഷ്ണന്റെ അമ്മ മരണപ്പെട്ടു. അതോടെ ആഘോഷങ്ങളൊന്നും നടന്നില്ല. ബാക്കി വന്ന പടക്കങ്ങൾ അതോടെ ജയകൃഷ്ണന്റെ മകൻ തന്റെ സുഹൃത്തുക്കളായ സമദിന്റെ മക്കൾക്ക് കൊടുക്കുകയായിരുന്നു. 12 വയസ്സ് മാത്രം പ്രായമുള്ള ആ പയ്യന്മാർ പരസ്പരം ആ പടക്കങ്ങൾ കൈമാറ്റം ചെയ്തത് ഒരു ഉദ്ദേശത്തോടെയും ആയിരുന്നില്ല. അന്ന് പാകിസ്ഥാൻ ജയിച്ചതുകൊണ്ടോ ഒന്നും കൊണ്ടും ആയിരുന്നില്ല അവർ അത് കത്തിച്ചതും. തങ്ങൾക്ക് കിട്ടിയ പടക്കം കത്തിച്ച് വെറുതെ അവർ ആഘോഷിച്ച് കളിച്ചെന്നു മാത്രം. എന്തായാലും നാട്ടിൽ സമാധാനാന്തരീക്ഷം വീണ്ടും നിലവിൽ വന്നു. പക്ഷേ എന്നിരുന്നാലും കലാപത്തിൽ 2 കൂട്ടർക്കും പരിക്കേറ്റിരുന്നല്ലോ. പ്രത്യേകിച്ചും IDRP പ്രവർത്തകർക്ക്. അവർ ചുമ്മാതിരിക്കാൻ ഒരുക്കമായിരുന്നില്ല. തങ്ങൾക്കെതിരെ മോക്ടെയിലറിന് മൽഘോഷിനെയും ഗോപിയെയും വെട്ടുമെന്നവർ ഭീഷണിപ്പെടുത്തിയിരുന്നു.
ഗോപിയും മൽഘോഷുമാണെങ്കിൽ ഒളിച്ചു താമസിക്കുകയുമാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും മൽഘോഷ് എവിടെയുണ്ടെന്ന് കണ്ടെത്തി IDRP പ്രവർത്തകർ അവനെ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ജീവനോട് മല്ലിട്ട് മൽഘോഷ് ആശുപത്രിയിലായി. വിവരമറിഞ്ഞ് ഗോപി വല്ലാതെ ഭയപ്പെടുന്നുണ്ടായിരുന്നു. ഗോപിയാകട്ടെ ഒളിച്ചു താമസിച്ചുകൊണ്ടിരുന്നത് LDP പ്രവർത്തകനും അമ്മാവനുമായ ഗോപിയുടെ വീട്ടിലായിരുന്നു. ഗോപി ഇനിയും അവിടെ തുടർന്നാൽ അപകടമാണെന്ന് കണ്ട് ഗോപിയെ നാടുകടത്താൻ അവർ തീരുമാനിക്കുകയാണ്. പിന്നാലെയാണ് വിദേശത്തു നിന്നും കൊച്ചച്ഛന്റെ വിളിയെത്തുന്നത്. അവന് കേറിപ്പോരാനുള്ള സംഗതികൾ ചെയ്തിട്ടുണ്ടെന്നും ഒന്നും ആലോചിക്കണ്ട, കേറിപ്പോന്നേരെ എന്നായിരുന്നു കൊച്ചച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കൊച്ചച്ഛൻ വിളിച്ചതിന് പിന്നാലെ ഗോപി വിദേശത്തേക്ക് കയറുകയാണ്. പക്ഷേ ഗോപി വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയം തൊട്ടേ കൊറോണയുടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു തുടങ്ങുകയായിരുന്നു. മാസ്കുകൾ വിതരണം ചെയ്യപ്പെടുകയും തെർമൽ സ്കാനിങ്ങുകൾ ആരംഭിക്കുകയും ഒക്കെ ചെയ്തു. ഗോപി അങ്ങനെ വിദേശത്തേക്ക് എത്തിപ്പെടുകയാണ്. ഗോപിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നത് മോമോ എന്ന സുഡാനീസ് പൗരനായിരുന്നു. അതും ഒരു ട്രക്കിൽ. കാറും മികച്ച ഓഫീസുമൊക്കെ പ്രതീക്ഷിച്ചു വന്ന ഗോപിക്ക് അതൊരു ഞെട്ടലായിരുന്നു. എന്നിരുന്നാലും മോമോയ്ക്കൊപ്പം ഗോപി യാത്ര തുടങ്ങി. മോമോ ഒരു മലയാള പാട്ടൊക്കെ വെച്ചതും ഗോപി അതിൽ മയങ്ങി. യാത്രാ ക്ഷീണം കൊണ്ടും മറ്റും ആ ട്രക്കിന്റെ പിൻസീറ്റിൽ കിടക്കാൻ ആരംഭിച്ചു. ഓഫീസിൽ എത്തിയിട്ട് വിളിച്ചാൽ മതി എന്നും മോമോയോട് ഗോപി പ്രത്യേകം പറഞ്ഞു. ആ കിടത്തത്തിൽ ഗോപി ഉറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. കണ്ണു തുറക്കുമ്പോൾ ഗോപി എത്തി നിന്നത് ഒരു മരുഭൂമിക്ക് നടുവിലായിരുന്നു. ആടുജീവിതത്തിന് സമാനമായൊരിടം. ആടും ഒട്ടകവും ഒക്കെ അടങ്ങുന്ന മൃഗങ്ങളെ പരിപാലിക്കലും കൃഷി ചെയ്യലും ഒക്കെയായിരുന്നു അവിടെ ഗോപിയുടെ ജോലി. അപ്പോഴാണ് ഗോപിക്കടുത്തേക്ക് അവിടുത്തെ സൂപ്പർവൈസറായ ഒറ്റയൊരു മനുഷ്യൻ കടന്നുവരുന്നത്. ജലാൽ ബിൻ ഒമർ അൽ റാഷിദ് എന്ന് വിളിപ്പേരുള്ള ഒരു പാകിസ്ഥാനി മധ്യവയസ്കൻ. പാകിസ്ഥാനി എന്ന് കേൾക്കുന്നതും ഗോപിയുടെ പിടിവിടുന്നു. പാകിസ്ഥാനോടും പാകിസ്ഥാൻ പൗരന്മാരോടും വലിയ രോഷമാണല്ലോ ഗോപിക്കുള്ളത്. തീവ്ര നാഷണലിസ്റ്റ് പാർട്ടിയുടെ വക്താവാണല്ലോ അയാൾ. അതുകൊണ്ട് തന്നെ ഉടനടി ഗോപി തന്നെ അങ്ങോട്ടേക്ക് എത്തിച്ച കൊച്ചച്ഛനെ വിളിച്ചു. തന്നെ ചതിച്ചതാണല്ലേ, തനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കൊച്ചച്ഛനോട് ഗോപി കയർത്തൊക്കെ നോക്കി. പക്ഷേ കൊച്ചച്ഛന് ഗോപിയെ അവിടെ നിന്ന് മാറ്റാനോ സഹായിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. കൊറോണ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. എയർ ട്രാഫിക് റെസ്ട്രിക്ഷനുമടക്കം എല്ലാ രാജ്യത്തും നിയന്ത്രണങ്ങൾ വന്നു തുടങ്ങി. ഗോപി അതോടെ പൂർണ്ണമായും അവിടെ പെട്ടുപോവുകയാണ്. സാഹിബ് എന്ന് വിളിക്കപ്പെടുന്ന ആ പാകിസ്ഥാനി മധ്യവയസ്കനാകട്ടെ ഗോപിയോടും അത്ര നല്ല രീതിയിലായിരുന്നില്ല തുടക്ക സമയത്ത് പെരുമാറിയത്. അയാളും അല്പം പരുക്കനായിരുന്നു. സാഹിബിനെ കണ്ട് ഗോപിക്കും ഭയമൊക്കെ ഉണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, താമസ സൗകര്യങ്ങൾ അവിടെ അല്പം പരുങ്ങലിലാണ്. പഴയ തരത്തിലുള്ള ഒരു കെട്ടിടമൊക്കെയാണ്. ഗോപിക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. എന്തിനേറെ പറയുന്നു, കുക്ക് ചെയ്യാനൊന്നും അറിയാത്ത ഗോപി സാഹിബിന് വേണ്ടി അടക്കം പോലും ഫുഡ് ഉണ്ടാക്കേണ്ട വന്നു. അതൊക്കെ ഗോപിയുടെ ഉള്ളിൽ സാഹിബിനോട് ഒരു രോഷമുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല പാകിസ്ഥാൻകാർ ഒക്കെയും ക്രൂരന്മാരാണ്, ദുഷ്ടന്മാരാണ്, മാത്രമല്ല വൃത്തികെട്ടവരാണ് എന്ന തരത്തിലൊരു ചിന്തയൊക്കെ ഗോപിയുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം വെച്ച് സാഹിബിനെ ഗോപി അളക്കുകയും ചെയ്തു. ഇതിനിടയിൽ മൽഘോഷിന്റെ ഫോൺ കോൾ എത്തി. ഗോപിയുടെ അവിടുത്തെ അവസ്ഥയും അവിടെയുള്ളത് പാകിസ്ഥാൻകാരനാണ് എന്നും അറിഞ്ഞതും ഒരു വിവരവുമില്ലാത്ത മൽഘോഷ് ഗോപി തന്നെ വിളിച്ച് കാര്യങ്ങൾ പറയുന്ന പോലെ സാഹിബ് അവിടുത്തെ തീവ്രവാദികളെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഗോപിയെ ഭീഷണിപ്പെടുത്തി. അവസരം കിട്ടിയാൽ സാഹിബിന്റെ കയ്യിലുള്ള തുറക്കാത്തിയൊരു പെട്ടി തുറന്ന് അതിലെന്താണെന്ന് പരിശോധിക്കാനും ആയുധങ്ങളാണെങ്കിൽ അയാളെ അങ്ങ് കൊന്നേക്കാനുമൊക്കെ മൽഘോഷ് ഗോപിയോട് പറയുന്നുമുണ്ട്. കാര്യമായി ചിന്തിക്കാത്ത ഗോപി മൽഘോഷിന്റെ വാക്കുകൾ അപ്പാടെ വിഴുങ്ങി. ഒരവസരത്തിനായി നോക്കിയിരുന്നു. ഗോപിയുടെ അവിടുത്തെ ജീവിതം ഒട്ടും എളുപ്പമുള്ളതായിരുന്നില്ല. കൃഷിയും ആടിനെയും ഒട്ടകത്തെയും നോക്കലും ഒക്കെയായി വളരെ കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. പോരാത്തതിന് സാഹിബ് ഗോപിയോട് അല്പം പരുക്കമായാണ് പെരുമാറുന്നതും. ജോലി ചെയ്തില്ലെങ്കിൽ ഗോപിയെ മർദ്ദിക്കുക പോലും ചെയ്യും. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവിടുത്തെ ഗേറ്റിന്റെ താക്കോൽ കിട്ടിയ ഗോപി രാത്രിയിൽ ഗേറ്റ് തുറന്ന് ആ മണലാരണ്യത്തിലൂടെ രക്ഷപ്പെട്ടു പോകുവാൻ വേണ്ടി ഓടുകയാണ്. പക്ഷെ രാത്രിയുടെ മധ്യത്തിലെവിടെയോ അവൻ തളർന്നു വീണിരുന്നു. ഒട്ടകവുമായി വന്നിരുന്ന കച്ചവടക്കാരായ ചിലരാണ് ഗോപിയെ പൊക്കിയെടുത്തത്. ഗോപിയൊടുവിൽ സാഹിബിന്റെ മുമ്പിലേക്ക് തന്നെ ചെന്നുവിട്ടു. ഗോപിയോട് സാഹിബ് ജോലി ചെയ്യാൻ അകത്തേക്ക് പോടാ എന്ന് പറഞ്ഞു. പക്ഷേ ഗോപിയെ പൊക്കിക്കൊണ്ടു വന്നവർ ഗോപി തങ്ങളുടെ അടിമയാണെന്ന് പറഞ്ഞ് സാഹിബിനോട് വിലപേശാനും മറ്റും ആരംഭിച്ചു. ഗോപി എപ്പോഴേക്കും മുറിക്കകത്തേക്ക് എത്തിയിരുന്നു. സാഹിബാണെങ്കിൽ വെളിയിലാണ്. ഇതാണ് അവസരം എന്ന് കരുതി സാഹിബിന്റെ പെട്ടി തുറന്നു നോക്കാൻ ഗോപി തീരുമാനിച്ചു. ഗോപി അതിന് ശ്രമിക്കുമ്പോഴേക്ക് സാഹിബ് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഗോപി തന്റെ പെട്ടി തുറക്കുന്നു എന്ന് കണ്ടതും സാഹിബിന് രോഷം വന്നു. സാഹിബ് ഗോപിയെ കടന്നാക്രമിക്കുകയാണ്. കഴുത്തിൽ പിടിച്ച് ഭിത്തിയോട് ചേർത്ത് സാഹിബ് ഗോപിയെ പൊക്കി. വിടാൻ വേണ്ടി ഗോപി പറഞ്ഞെങ്കിലും രോഷത്തിൽ സാഹിബ് അത് ചെയ്യുന്നുണ്ടായിരുന്നില്ല. മോഷ്ടിക്കാൻ എങ്ങനെ നിനക്ക് മനസ്സ് വന്നടാ എന്ന് ചോദിച്ചായിരുന്നു സാഹിബിന്റെ ആ പെരുമാറ്റം അത്രയും. കുറച്ചു കഴിഞ്ഞതും ഗോപി മോഹാലസ്യപ്പെട്ടു. സാഹിബ് അതോടെ ഭയപ്പെട്ട് ഗോപിയെ തട്ടി വിളിക്കാൻ തുടങ്ങി. ഗോപി എഴുന്നേറ്റതും സാഹിബ്
സാഹിബ് ഒന്ന് മയപ്പെട്ടിരുന്നു. ഗോപിയോട് സമാധാനത്തിൽ സാഹിബ് സംസാരിച്ചു. ഗോപിക്കാണെങ്കിൽ തുമ്മലും നാവിന് രുചിയില്ലായ്മയുമൊക്കെ ആ സമയം അനുഭവപ്പെടാൻ തുടങ്ങുകയാണ്. ആ നിമിഷത്തിലാണ് ഗോപി തിരിച്ചറിയുന്നത് തനിക്ക് കൊറോണ പിടിപെട്ടിരിക്കുന്നുവെന്ന്. ഗോപി രോഗാവസ്ഥയിൽ എത്തിയതോടെ ഗോപിക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരുന്നു. അതോടെ എല്ലാ പണിയും സാഹിബിന്റെ തലയിലായി. കുക്കിംഗ് അറിയാത്ത സാഹിബ് ഗോപിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കേണ്ട പോലും വന്നു. പക്ഷേ എന്നിരുന്നാലും ആ മനുഷ്യൻ അതൊക്കെ കഷ്ടപ്പെട്ടിട്ട് പോലും ചെയ്യുന്നത് ഗോപി നോക്കിക്കാണുന്നുണ്ട്. അതോടെ സാഹിബിനെ പറ്റിയുള്ള ഗോപിയുടെ ചിന്തകളിൽ അല്പം മാറ്റം വരാൻ ആരംഭിക്കുന്നു. താൻ വിചാരിച്ച പോലെ ആ മനുഷ്യൻ അത്ര മോശം വ്യക്തിയല്ല എന്ന് ഗോപി തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ സാഹിബിന്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുവാൻ തന്റെ അറിവും പോളിടെക്നിക് വിദ്യാഭ്യാസത്തിലെ പരിചയസമ്പത്തും ഒക്കെ ഉപയോഗിച്ച് ഗോപി ചപ്പാത്തി പരത്തുന്ന മെഷീനും മുട്ട പൊട്ടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയൊരു മെഷീനുമൊക്കെ സാഹിബിന് ഉണ്ടാക്കി കൊടുക്കുന്നു. സാഹിബിനും അതൊക്കെ കണ്ട് ഗോപിയോട് ചെറിയ മതിപ്പ് തോന്നുന്നുണ്ട്. കുറച്ചു നാളുകൾ അങ്ങനെ പിന്നിട്ട് പോന്നു. ഒടുവിൽ ഗോപിയുടെ രോഗം പൂർണ്ണമായും ഭേദപ്പെടുകയാണ്. കൃത്യമായ അകലമൊക്കെ പാലിച്ച് ജീവിച്ചതുകൊണ്ട് സാഹിബിന് അന്ന് രോഗം പിടിപെട്ടതുമില്ല. സാഹിബിനൊപ്പം ഗോപി ക്രിക്കറ്റ് കളിക്കാനും മറ്റും ആരംഭിച്ചു. പതിയെയാണെങ്കിലും സാഹിബും ഗോപിയും തമ്മിൽ ഒരു സൗഹൃദം ഉടലെടുത്തു വരാനും തുടങ്ങിയിരുന്നു. ഗോപിയുടെ ഉള്ളിൽ വെറുപ്പിനപ്പുറം മനുഷ്യത്വം വളർന്നു തുടങ്ങി. ആയിടയ്ക്കാണ് അവിടെ ഒരു പ്രശ്നമുണ്ടാകുന്നത്. ആയിടത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ അർബാബ് ഏൽപ്പിച്ചിരുന്നത് സാഹിബിനെയായിരുന്നു. അർബാബിനൊരു അനിയനുണ്ട്. ഇടയ്ക്ക് അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കാൻ നോക്കും. അവനെ അങ്ങോട്ടേക്ക് കയറ്റരുത് എന്ന് അർബാബ് സാഹിബിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ അങ്ങോട്ടേക്ക് വന്ന അർബാബിന്റെ അനിയനെ സാഹിബ് തിരികെ പറഞ്ഞയക്കാൻ നോക്കിയതുകൊണ്ട് അവിടെ ഒരു ഫൈറ്റ് ഇറങ്ങിയേറുന്നു. അവർ സാഹിബിനെ മർദ്ദിച്ച് അവശനാക്കുമെന്ന ഘട്ടത്തിലെത്തിയതും സാഹിബിനെ സപ്പോർട്ട് ചെയ്ത് രക്ഷപ്പെടുത്തുവാൻ ഗോപി എത്തുകയാണ്. പ്രശ്നമുണ്ടാക്കാൻ വന്നവരെ ഗോപി അടിച്ചോടിക്കുന്നു. സാഹിബിനെ ഗോപി രക്ഷപ്പെടുത്തി. അതോടെ ഗോപിയോട് സാഹിബിനൽപ്പം സ്നേഹവും മമതയും കൂടുകയാണ്. കുറച്ചു നാളുകൾ കടന്നുപോയി. നോമ്പുകാലമായിട്ടുണ്ടായിരുന്നു. ഗോപിയും സാഹിബും അടുത്ത സുഹൃത്തുക്കളുമായി. നോമ്പ് തുറക്കാൻ ഗോപിയെ കാത്ത് സാഹിബ് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒരു നോമ്പ് ദിവസമാണ് അത് സംഭവിക്കുന്നത്. ഗോപിയെ തേടി അമ്മയുടെ ഫോൺ കോൾ എത്തി. ഞെട്ടിക്കുന്ന വിവരമായിരുന്നു അമ്മ സുമയ്ക്ക് ഗോപിയോട് പറയാനുണ്ടായിരുന്നത്. അയൽവക്കത്തെ ആയിഷുമ്മയുടെ മകൻ ഷമീർ തീവ്രവാദ സംഘടനയായ IS-ൽ പോയി ചേർന്നു. അവിടെ മുഴുവൻ പോലീസും ബഹളവുമാണ് എന്ന വിവരമായിരുന്നു അത്. അത് കേൾക്കുന്നതും ഗോപി വല്ലാതാകുന്നുണ്ട്. അന്ന് സാഹിബിനോട് ദേഷ്യപ്പെട്ട് ഗോപി അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു. നിങ്ങളുടെ ആളുകളൊക്കെ എന്താ ഇങ്ങനെ ക്രൂരന്മാരാകുന്നേ, മറ്റുള്ളവർക്കൊന്നും ജീവിക്കണ്ടേ എന്നുള്ള തരത്തിലൊക്കെ ഗോപി സാഹിബിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. ഗോപിയുടെ പെട്ടെന്നുള്ള മാറ്റം സാഹിബിന് മനസ്സിലായില്ലെങ്കിലും ഗോപി കാര്യങ്ങളൊക്കെ പറഞ്ഞതും ഗോപി പറയുന്നത് എന്തെന്ന് സാഹിബ് മനസ്സിലാക്കിയെടുത്തു. സാഹിബ് അന്നായിരുന്നു സാഹിബിനെ പറ്റിയും കുടുംബത്തെ പറ്റിയുമൊക്കെ ഗോപിയോട് തുറന്ന് സംസാരിക്കുന്നത്. സാഹിബിന്റെ നാട് പാകിസ്ഥാൻ പഞ്ചാബിലെ റാവൽപിണ്ടിയിലാണ്. സാഹിബിന് ആമിർ എന്നൊരു മകനും ദുവ എന്നൊരു മകളുമുണ്ട്. തീവ്ര മതവാദികളായിട്ടുള്ള ആളുകൾ സാഹിബിനോട് മക്കളെ പഠനത്തിന് അയക്കരുത്, വിദ്യാഭ്യാസം നേടാൻ അയക്കരുത് എന്ന് വാൺ ചെയ്തിരുന്നു. എന്നിരുന്നാലും തന്റെ മക്കൾ പഠിക്കണം, മുന്നിട്ട് വരണം എന്നാഗ്രഹിച്ച സാഹിബ് അവരെ പഠനത്തിനായി അയച്ചു. ആ ഒരു സമയത്തായിരുന്നു അവിടുത്തെ സ്കൂളിൽ തീവ്രവാദികളുടെ ബോംബാക്രമണം സംഭവിക്കുന്നത്. അതിൽപ്പെട്ട് സാഹിബിന്റെ ഒരേ ഒരു മകൻ, സ്നേഹനിധിയായ മകൻ ആമിർ മരണപ്പെട്ടു. പെൺകുട്ടികളെ സ്കൂളിൽ അയച്ചതിന്റെ പേരിലായിരുന്നു അതത്രയും സംഭവിച്ചതും. ഒക്കെ പറഞ്ഞു കഴിഞ്ഞതും സാഹിബ് ഗോപിയോട് ചോദിച്ചു, തീവ്രവാദികളുടെ വാക്കവഗണിച്ച് എന്റെ മകളെ പഠിക്കാൻ വിട്ടവനാ ഞാൻ. ആ എന്നെയാണോ നീ ഒരു ക്രൂരനായി കണ്ട് ചോദ്യം ചെയ്യുന്നത് എന്നതായിരുന്നു സാഹിബിന്റെ ചോദ്യം. ആ നിമിഷത്തിൽ ഗോപി ഒരു കാര്യം മനസ്സിലാക്കി. മത തീവ്രവാദികൾ ഏതൊരു മതത്തിലും കാണും, എല്ലാവരും ഒരുപോലല്ലെന്നായിരുന്നു അത്. സാഹിബിന്റെ വാക്കുകളും മറ്റും ഗോപിയെ യഥാർത്ഥ മനുഷ്യനാരെന്നും മനുഷ്യത്വം എന്തെന്നും പഠിപ്പിക്കുന്നത് കൂടിയായിരുന്നു. ഏവരും ഒന്നിച്ച് ജീവിക്കുന്ന, സന്തോഷത്തോടെ കഴിയുന്ന നിന്റെ രാജ്യത്തെ ഓർത്ത് എനിക്ക് അസൂയയുണ്ട് നിന്നോട് എന്നുകൂടി സാഹിബ് പറഞ്ഞതോടെ ഗോപി സ്വന്തം രാജ്യം എത്രമേൽ മഹത്തരമായതാണ് എന്നുകൂടി മനസ്സിലാക്കുന്നു. സാഹിബ് പിന്നാലെ ഗോപിയെ കൊണ്ടുപോയി ഗോപി തുറന്നു കാണണം എന്നാഗ്രഹിച്ചിരുന്ന ആ പഴയ പെട്ടി തുറന്നു. അത് മുഴുവനായും സാഹിബ് അത്ര നാളുകൊണ്ട് സംഭരിച്ചു വെച്ച് തന്റെ കുടുംബമായ ഭാര്യ നഫീസയ്ക്കും മകൾ ദുവയ്ക്കുമുള്ള സമ്മാനങ്ങളായിരുന്നു. തന്റെ മകൾ നന്നായി പഠിക്കുന്നവളാണെന്നും അവൾ ഒരുപാട് പഠിക്കണമെന്നാണ് എന്റെ ആഗ്രഹമെന്നും സാഹിബ് എന്ന് ഗോപിയോട് പറഞ്ഞു. സാഹിബ് എന്ന മനുഷ്യനെ പൂർണ്ണമായും ഗോപി മനസ്സിലാക്കുകയായിരുന്നു. തന്റെ എല്ലാ തെറ്റിദ്ധാരണകളും മനസ്സിലെ കറകളും പോയിരുന്ന ഗോപി എന്ന ആ മനുഷ്യൻ അന്ന് സാഹിബിനോട് അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചതിനും എല്ലാ കാര്യങ്ങൾക്കും ക്ഷമ ചോദിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം സാഹിബിന്റെ മകളുടെ
അതോടെ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. സാഹിബിന്റെ മകൾ 10ാം ക്ലാസ്സിലെ ടോപ്പ് റാങ്കറായി മാറിയിരുന്നു. പക്ഷേ എന്നിരുന്നാലും അവിടെ അതോടെ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സാഹിബിനോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് മകൾ വിളിച്ചു. 3.5 കൊല്ലമായി സാഹിബ് ജോലിക്ക് വന്നിട്ട്, പക്ഷേ പോകണോ വേണ്ടയോ എന്ന് സംശയിച്ചു നിന്ന സാഹിബിനെ ഗോപി നിർബന്ധിച്ച് അർബാബിനോട് സംസാരിച്ച് നാട്ടിലേക്ക് പോവാൻ പറയുന്നു. അർബാബുമായി സംസാരിച്ച സാഹിബ് നാട്ടിലേക്ക് പോവാൻ വേണ്ടി കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയുമാണ്. സാഹിബ് പോകുന്നതിനു മുമ്പ് മകളുടെ വിജയമടക്കം ഒന്ന് ആഘോഷിക്കാൻ ഗോപിയും സാഹിബും തീരുമാനിച്ചു. മോമോയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. കൊറോണ റെസ്ട്രിക്ഷൻസ് കൂടി കുറഞ്ഞതോടെ അവർ പുറത്ത് കറങ്ങാൻ പോയി. നല്ല രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തു. പിന്നീടുള്ള ദിവസങ്ങൾ സാഹിബിനൊപ്പം ഗോപി അത്രയധികം സന്തോഷത്തോടെ ചെലവഴിച്ചിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ സാഹിബ് ഗോപിയോട് ദേഷ്യം കാണിച്ചിരുന്നല്ലോ. അതിനുമൊരു കാരണമുണ്ട്. പണ്ട് ഗോപി വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് ഒരു മലയാളിയായിരുന്നു. സാഹിബിന്റെ പണം മോഷ്ടിച്ച് അവൻ കടന്നു കളഞ്ഞിരുന്നു. ആ ദേഷ്യമായിരുന്നു ഗോപി മലയാളിയായതുകൊണ്ട് സാഹിബ് ഗോപിയോട് കാണിച്ചത്. ഗോപിയും അയാളെപ്പോലെ മോശം വ്യക്തിയായിരിക്കുമോ എന്ന് സാഹിബ് ചിന്തിച്ചിരുന്നു. ഗോപി നല്ലവനാണെന്ന് അറിഞ്ഞതോടെയായിരുന്നു സാഹിബിന്റെ മനസ്സ് മാറിയത്. അങ്ങനെ സാഹിബ് നാട്ടിലേക്ക് പോകുന്ന ദിവസം അടുത്തു. ദുവാക്ക് കൊടുക്കുവാൻ ഗോപി വരെ ഒരു മോതിരം സമ്മാനമായി വാങ്ങിവെച്ചിരുന്നു. സാഹിബിനെ തിരയുമ്പോ പുറത്ത് സാഹിബ് കുഴഞ്ഞു വീണ് കിടക്കുന്നത് ഗോപി കണ്ടു. സാഹിബിന് പുറമേ ആഘോഷത്തിന് പോയ സമയത്ത് എവിടെ നിന്നോ കൊറോണ പിടിപെട്ടിരുന്നു. ഗോപി സാഹിബിനെ പരിപാലിച്ചു. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും സാഹിബിന്റെ അവസ്ഥ മോശമായി വന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ ഗോപി മോമോയെ വിളിച്ചെങ്കിലും മോമോയും കൊറോണ ബാധിച്ച് ആശുപത്രിയിലായിരുന്നു. പോവാൻ വേണ്ടി സാഹിബ് തയ്യാറായെങ്കിലും ആ ദിവസം തീരെ വയ്യാതെ സാഹിബ് കുഴഞ്ഞു വീഴുകയാണ്. ഒടുവിൽ വിളിച്ചു വരുത്തിയ വണ്ടിയുടെ ആ ട്രക്കിന്റെ പിൻഭാഗത്ത് സാഹിബിനെ കയറ്റി ഗോപി ആശുപത്രിയിലേക്ക് പോവാൻ തുടങ്ങി. യാത്രാമധ്യേ മരുഭൂമിയിൽ വെച്ച് തന്നെ സാഹിബ് മരണമടഞ്ഞു. സാഹിബിന്റെ മരണം ഗോപിയാകെ തകർക്കുന്നതും വേദനിപ്പിക്കുന്നതുമായിരുന്നു. പിന്നീട് സാഹിബിന്റെ വീട്ടിൽ വിവരമറിയിക്കാൻ തനിക്ക് നേരിട്ട് പോകണം എന്ന് അർബാബിനോട് ഗോപി ആവശ്യപ്പെടുകയാണ്. അർബാബിന്റെ സമ്മതത്തോടെ സാഹിബ് വാങ്ങിവെച്ച സമ്മാനങ്ങളും ഒക്കെയായി ഗോപി പാകിസ്ഥാനിലേക്ക് യാത്രയാരംഭിച്ചു. യാത്രാമധ്യേ ഇന്ത്യക്കാരനായ ഗോപിയെ ഗ്രാമത്തിലെ ഒരാൾ സംശയിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് ഗോപി പോകുന്ന കാര്യം മനസ്സിലാക്കിയതും അയാൾ ഗോപിയോട് ഒരു സാധാരണക്കാരനായി സ്നേഹം കാണിക്കുന്നു. ഗോപിക്ക് സാഹിബിന്റെ വീട്ടിലേക്കുള്ള വഴിയും അയാൾ തന്നെയായിരുന്നു കാണിച്ചു കൊടുക്കുന്നതും. ഗോപി അങ്ങനെ സാഹിബിന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. സാഹിബിന്റെ ഭാര്യ നഫീസയെയും മകൾ ദോയയെയും കണ്ടു. ഗോപിയെപ്പറ്റി സാഹിബ് അവരോട് സ്വന്തം മകൻ നാമിർ എന്ന പോലെ പറഞ്ഞിരുന്നതുകൊണ്ട് ഗോപിയെ അവർക്ക് വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരോട് സാഹിബ് മരണപ്പെട്ട കാര്യം പറയുവാൻ ഗോപിക്ക് പെട്ടെന്ന് സാധിക്കുന്നില്ല. ഒടുവിൽ അത് പറയണ്ടെന്ന് കരുതി സമ്മാനങ്ങളൊക്കെ കൈമാറി ഗോപി പോവാനിറങ്ങി. അപ്പോഴേക്കും സാഹിബിന്റെ ഭാര്യയായ നഫീസയുടെ ആങ്ങളമാർ അങ്ങോട്ടേക്ക് വന്നെത്തിയിരുന്നു. തീവ്രചിന്താഗതിക്കാരായ അവർ ദുവയെ ഇനി പഠിക്കാൻ വിടുന്നില്ലെന്നും വിവാഹം കഴിപ്പിച്ച് അയക്കാൻ പോവുകയാണെന്നുമുള്ള വിവരം ഗോപി അറിയുകയാണ്. തന്റെ മകൾ ഒരുപാട് പഠിക്കണം എന്ന സാഹിബിന്റെ ആഗ്രഹം അറിയാവുന്ന ഗോപി അതിനെതിരെ ചോദ്യം ചെയ്തു. അതോടെ പുറത്തുനിന്ന് വന്ന വ്യക്തി ഇതിൽ ഇടപെടണ്ട, ഞങ്ങളുടെ കുടുംബകാര്യമാണെന്ന് പറഞ്ഞ് അവർ ഗോപിക്കെതിരെ തിരിയുന്നു. ഒടുവിൽ അവരും നാട്ടിലെ തീവ്രചിന്താഗതിക്കാരായ കുറച്ചുപേരും ചേർന്ന് ഗോപിയെ മർദ്ദിക്കുകയാണ്. അതൊക്കെ കണ്ട് ദുവ കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മുമ്പ് ഗോപിയെ അങ്ങോട്ടേക്കെത്താൻ വഴി കാണിച്ച വ്യക്തി ഒരു പോലീസ് ഷെരീഫായിരുന്നു. ആ വ്യക്തി തന്നെ അപ്പോഴും ഗോപിയുടെ സഹായത്തിനെത്തി ഗോപിയെ അവർക്കിടയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. ശേഷം ഗോപിയോട് പറഞ്ഞു, ഇത് നിന്റെ ഇന്ത്യയല്ല, പാകിസ്ഥാനാണ്. ഇവിടെ അതുപോലെയൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. നീ ചിന്തിക്കുന്നതൊന്നും ഇവിടെ നടക്കില്ല. ഒന്നും മിണ്ടാതെ തിരിച്ചു പോകുന്നതാ നിനക്ക് നല്ലത്. സമയത്ത് ഞാൻ അവിടെ എത്തിയില്ലായിരുന്നേ നിന്നെ അവരൊക്കെ ചേർന്ന് കൊന്നുകളഞ്ഞേനെ. സാഹിബിന്റെ മകൾ ദുവയുടെ അവസ്ഥയോർത്ത് ഗോപിക്ക് വലിയ സങ്കടം തോന്നിയിരുന്നു. പക്ഷേ ഗോപിക്ക് ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഇത്രയൊക്കെ ചെയ്യുവാൻ ജലാൽ നിന്റെ ആരായിരുന്നടാ എന്നുകൂടി ഷെരീഫ് ചോദിച്ചു. ഗോപി പറഞ്ഞു, അദ്ദേഹം എന്റെ കൂട്ടുകാരനായിരുന്നു. അപ്പോഴേക്കും ദുവ അങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്നു. തനിക്കു വേണ്ടി തല്ലുകൊള്ളുകയും തനിക്കു വേണ്ടി സംസാരിക്കുകയും ചെയ്ത ഗോപിയോട് ദുവയ്ക്ക് ആദരവ് തോന്നി. തന്റെ അച്ഛന് എന്താ പറ്റിയത് എന്ന് ദുവ ഗോപിയോട് ചോദിച്ചു. മടിച്ചിട്ടാണെങ്കിലും സാഹിബ് മരണപ്പെട്ട വിവരം ഗോപി ദുവയോട് പറയുകയാണ്. സാഹിബിന്റെ അവസാന വാക്കുകൾ ദുവ നല്ല രീതിയിൽ പഠിക്കണമെന്നതാണെന്ന് ഗോപി ദുവയെ അറിയിച്ചു. മരണപ്പെടുന്നതിന്റെ തൊട്ടുമുമ്പ് ഗോപിയോട് മകളെ പോയി കാണണമെന്നും ഇക്കാര്യങ്ങൾ അറിയിക്കണമെന്നും സാഹിബ് പറഞ്ഞിരുന്നു. അതുകൊണ്ടായിരുന്നു എല്ലാ കഷ്ടതകളും താണ്ടി ഗോപി യാത്ര ചെയ്ത് അങ്ങോട്ടേക്ക് എത്തിയതും. ഒക്കെ കേട്ടതും ദുവ ഗോപിയെ കെട്ടിപ്പിടിച്ചു. തന്റെ സഹോദരിയെ എന്ന പോലെ ദുവയെ ചേർത്തു പിടിച്ച ഗോപി അവളെ ആശ്വസിപ്പിച്ചു. അവളെ സ്വപ്നം കാണാൻ വേണ്ടി ഗോപി പ്രചോദിപ്പിച്ചു. തുടർന്ന് പഠിക്കണം, വാപ്പയുടെ ആഗ്രഹമാണ് എന്ന് അവളോട് പറഞ്ഞു. അവൾക്കായി APJ അബ്ദുൽ കലാമിന്റെ വിങ്സ് ഓഫ് ഫയർ അടക്കം താൻ കൊണ്ടുവന്ന
പുസ്തകങ്ങൾ കൈമാറി ഗോപി അവിടെ നിന്ന് പുറപ്പെട്ട് തിരികെ പോരാൻ ആരംഭിച്ചു. യാത്രയാക്കാൻ ദുവയും വന്നിരുന്നു. പോവുന്നതിനു മുമ്പ് അത്രമേൽ സ്നേഹത്തോടെ ഗോപിയെ ദുവ ഭായിജാൻ എന്ന് വിളിച്ചു. സ്വന്തം സഹോദരൻ എന്ന്. 5 വർഷങ്ങൾക്കപ്പുറം യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലി അവിടെ സ്പീച്ചിനു വേണ്ടി ദുവ ക്ഷണിക്കപ്പെട്ടിരുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ഗ്ലോബൽ അംബാസഡറായി UN തിരഞ്ഞെടുത്ത വ്യക്തിയായി അവൾ അതിനോടകം മാറിക്കഴിഞ്ഞിരുന്നു. അവിടുത്തെ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുമ്പോൾ താൻ എങ്ങനെ സ്വപ്നം കാണാൻ പഠിച്ചു, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് പഠിച്ച് ആ ഒരു നിലയിലെത്തി എന്നതിനെപ്പറ്റി ദുവ സംസാരിച്ചു. തന്റെ വാപ്പയെപ്പറ്റിയും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് തന്നെ തേടിയെത്തിയ ഗോപിയെപ്പറ്റിയും തന്റെ പ്രിയപ്പെട്ട ഭായിജാനെപ്പറ്റിയും അവൾ അന്ന് UN അസംബ്ലിക്ക് മുമ്പിൽ ഏറെ ഇമോഷണലായി പറഞ്ഞു. അവളുടെ ആ മറുപടിക്ക് ഏവരും എഴുന്നേറ്റ് നിന്ന് കൈതട്ടിയിരുന്നു. മറുവശത്ത് ഗോപിയാകട്ടെ മറ്റൊരു പുതിയ മനുഷ്യനായി തന്നെ മാറിക്കഴിഞ്ഞിരുന്നു. ഉള്ളിലെ തീവ്ര ചിന്താഗതിയും മതരാഷ്ട്രീയവും ഒക്കെ വിട്ട് മനുഷ്യനായി ഏവരെയും സ്നേഹിക്കുന്ന വ്യക്തിയായി ഗോപി മാറി. വിദേശത്ത് സാഹിബ് വിട്ടുപോയ ജോലി ഗോപി തുടർന്നിരുന്നു. മികച്ച രീതിയിൽ ഗോപി അതൊക്കെ വലുതാക്കിയെടുത്തു. ഏതൊരു മനുഷ്യനോടും മനുഷ്യത്വം മുമ്പിൽ വെച്ച് മനുഷ്യനായി ഗോപി ഇടപഴകി. ഗോപിക്ക് കീഴിൽ ജോലിക്കായി വാസിം ഷോഹൈബ് എന്ന പേരുള്ള ഒരു പാകിസ്ഥാൻകാരൻ എത്തി. ആ പയ്യന്റെ പരിഭ്രമം മുഖത്ത് വ്യക്തമായിരുന്നു. പണ്ട് ആദ്യമായി ഗോപി സാഹിബിന്റെ കീഴിൽ എത്തിയതുപോലെ കൈകൊടുത്ത് ഗോപി അവനെ സ്വീകരിച്ചു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.